Next, I invite Ashif Sharif of +1 Science, Jamia Nadvia Science Academy to talk on cyber security. Hi, I am Ashif Sharif from Jamia Nadvia Science Academy. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി ആൻഡ് അതിൻ്റെ ഇൻഫോർമേഷൻസിനെ കുറിച്ചാണ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ഒരു സിസ്റ്റത്തെയോ ഒരു നെറ്റ്വർക്കിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബായിട്ടോ ഒരു സർവീസായിട്ടോ നമുക്ക് കണക്കാക്കാം. പിന്നുള്ളതാണ് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്. ലോകത്ത് പല രീതിയിലുള്ള ഹാക്കേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, പിന്നുള്ളതാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, പിന്നുള്ളതാണ് ഗ്രേറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. എന്താണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്? അവരെന്ന് പറയുന്നത് സച്ച് ഓഫ് ക്രിമിനൽസ് ഹു ബ്രേക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ റിലീസ് മാൽവെയർ ആൻഡ് വൈറസ് ടു ബ്രേക്ക് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമുക്കെതിരെ തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരാൾക്കാരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. പിന്നുള്ളവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ചില കമ്പനികൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെ ജോലിക്കെടുത്ത് ആ കമ്പനിക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യാനായിട്ട് പ്രവർത്തിപ്പിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പം അവരൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഹാക്കർ ആവാം. അവർക്ക് യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും കാണില്ല, ഒരു തരത്തിലുള്ള മോശമായ ഉദ്ദേശവും കാണില്ല, ഒന്നും തന്നെ നശിപ്പിക്കാനുള്ള ഒരു ചിന്തയും കാണില്ല. പിന്നുള്ളതാണ് സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ്പ്ലോയ്റ്റ് അല്ലെങ്കിൽ ടു എക്സ്പോസ്, ടു സ്റ്റീൽ, മോഷ്ടിക്കാനും നമ്മുടെ നമ്മുടെ ഇൻഫോർമേഷൻസ് മോഷ്ടിച്ച് നമുക്കെതിരെ തന്നെ പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിക്കാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. സൈബർ അറ്റാക്ക് തന്നെ പല രീതിക്കുണ്ട്. അതിലൊന്നാണ് ഫിഷിംഗ്, പിന്നുള്ളതാണ് മാൽവെയർ, റാൻസം വെയർ, SQL ഇഞ്ചക്ഷൻ, ഡൂസ് ആൻഡ് ഡൂഡോസ് അറ്റാക്ക്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, എക്സസ് അറ്റാക്ക്, DNS ടണലിംഗ്. ടൈപ്സ് ഓഫ് അറ്റാക്സ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്, ഒരു വിക്ടിമിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ ഗെയിൻ ചെയ്ത് അവരുടെ പാസ്വേഡ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നവരെ ഒരു രീതിയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്. പിന്നുള്ളതാണ് ഫിഷിങ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡ് തന്നെയാണ്. ബൈ സെൻഡിങ് ഫേക്ക് മെസ്സേജ് അല്ലെങ്കിൽ ലിങ്ക്സ്, വാട്സപ്പിലൊക്കെ ഫേക്ക് മെസ്സേജസും ലിങ്ക്സും അയച്ചു തന്ന് നമ്മളെ കുഴിയിൽ ചാടിക്കുന്ന ഈ ടൈപ്പ് രീതികളാണ്. പിന്നുള്ളതാണ് മാൽവെയർ അറ്റാക്ക്. മാൽവെയർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് ടു ഡാമേജ് അവർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെർവർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും ഡാമേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്ന ഒരു അറ്റാക്ക്. പിന്നുള്ളതാണ് SQL ഇഞ്ചക്ഷൻ. SQL ഇഞ്ചക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബൈപ്പാസ് ഒരു ആപ്ലിക്കേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെയോ സെക്യൂരിറ്റി ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് SQL ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ലോകത്ത് പല ടൈപ്പ് രീതിയിലുള്ള സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ചൈൽഡ് പോർണോഗ്രഫി, ചീറ്റിംഗ്, ഫ്രോഡ് പരിപാടികൾ, കാർഡിങ്, SMS സ്പൂഫിംഗ്, ഇമെയിൽ സ്പൂഫിംഗ്, ക്രാക്കിംഗ്, ഹാക്കിംഗ്, ഡെഫമേഷൻ, അങ്ങനെ പല രീതിയിൽ. പിന്നെ ഈ സൈബർ അറ്റാക്സിനെയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ സോഫ്റ്റ്വെയർ അല്ല നമ്മുടെ ഫോൺസിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നുള്ളതാണ് ആൻറ്റിവൈറസ്. നമ്മളെപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഒരു ആൻറ്റിവൈറസ് യൂസ് ചെയ്യുക. സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യുക. യുണീക്കായുള്ള ഒരു പാസ്വേഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു അപരിചിതരായ ഒരാൾ അയച്ചു തരുന്ന ഒരു ലിങ്കും ഓപ്പൺ ചെയ്യാതിരിക്കുക. പിന്നെ പബ്ലിക് വൈഫൈസ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. താങ്ക് യു.